ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പം നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഔദക്കുട്ടീനെ ആകപ്പാടെ മാറ്റിമറിച്ചു അലീന മാറ്റിമറിച്ചതല്ല, ഔദക്കുട്ടി അലീനയെ കണ്ടതും മാറിപ്പോയി. ഞാൻ രാവിലെ പറഞ്ഞതുപോലെ തന്നെ മറ്റേ മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറയുന്നതാണ് നല്ലത്. അങ്ങനെ നമ്മുടെ സ്റ്റാൻലിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് അവസാന ഭാഗമായിട്ട് കണ്ടത്. നമുക്ക് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വരട്ടെ മോനെ, നമുക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീരുമാനിക്കാം. അതുമാത്രമല്ല, അവളെ അങ്ങനെ വിട്ടുകളയാൻ പറ്റത്തില്ല. ഞാൻ വിചാരിച്ച പോലെ അല്ല അവള് ഇത് തട്ടിപ്പറിച്ചെടുക്കാനോ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നും വന്ന കൊച്ചല്ല അവളോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവളുടെ രീതി കണ്ടാൽ നമുക്ക് മനസ്സിലാകും. അവളൊരു പഞ്ചപാപം പിടിച്ച കൊച്ചു തന്നെയാണ്. അപ്പം അതുകൊണ്ട് നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിന്റെ കൂടെ ഞാനുണ്ട് എന്ന് ധൈര്യപൂർവ്വം ഔദക്കുട്ടി പറയുകയാണ് കേട്ടോ. ഔദക്കുട്ടിക്ക് അത്രമാത്രം അലീനയോടൊരു വിശ്വാസവും അലീനയോട് ഇഷ്ടവും ഒരു സ്നേഹവും ഒക്കെ വന്നു. ഒരു ഗ്ലാസ് ചായ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ എന്താ പറയുക, അലീനയോട് അത്രമാത്രം ഒരു സ്നേഹവും വിശ്വാസവും ഒക്കെ ആയി. ഒരു ചായയിൽ അങ്ങ് വീണു നമ്മുടെ ഔദക്കുട്ടിന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബബിതയും കൃഷ്ണമോളും രോഹിത്തും ഒക്കെ അടുക്കളയിൽ ഭയങ്കര പരീക്ഷണത്തിലാണ്. അപ്പോൾ അവരാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന, വേറൊരു വേലക്കാരികളില്ല. അപ്പോൾ അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പുട്ടുണ്ടാക്കുന്നു, അതുപോലെ ഒരു സൈഡിൽ പപ്പടം പൊരിക്കുന്നു. അതിൻ്റെ ഇടയിൽ നമ്മുടെ രോഹിത്ത് കയറി വരുന്നു. അപ്പം ഓരോരുത്തരെ ഷെയർ ചെയ്ത് ഓരോരോ പണികൾ. അപ്പോൾ രോഹിത്തിനോട് അത് ഇത് ചെയ്യാൻ പറയുമ്പോഴത്തേക്കും എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഒരു പപ്പടം എടുത്ത് നമ്മുടെ രോഹിത്ത് അങ്ങ് കൊണ്ടുപോവാണ്. അപ്പോഴത്തേക്ക് നീ പപ്പടം തിന്നുന്നോടാ, നിനക്ക് തിന്നാൻ മാത്രം പറ്റൂല, നിനക്ക് ഒരു പണി ചെയ്യാൻ പറ്റത്തില്ലടാ എന്ന് പറഞ്ഞ് പപ്പടം വെച്ച് കൂട്ടി ഒരു ഒറ്റയടി. ഇതാണെങ്കിലോ കണ്ടുകൊണ്ട് വരികയാണ് നമ്മുടെ വൈജ ഇത് കണ്ടിട്ട് എന്താ പിള്ളേരെ ഇവിടെ കിടന്ന് കാണിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, അത് പിന്നെ അമ്മേ, ഞങ്ങളിവിടെ കുക്ക് ചെയ്യുക, പാചകം ചെയ്യുക, നിങ്ങളോടാരാ ഇതിനകത്ത് കയറി പാചകം ചെയ്യാൻ പറഞ്ഞത്? അല്ല, അമ്മ ഇതിനകത്ത് കയറി പാചകം ചെയ്തു തരുമോ ഞങ്ങൾക്ക്? ഇല്ലല്ലോ, ഞങ്ങൾക്ക് വല്ലതും വയറ്റിനകത്തേക്ക് ചെല്ലണമെങ്കിൽ ഞങ്ങൾ തന്നെ ചെയ്യണമല്ലോ. അമ്മയ്ക്ക് അതിനൊന്നും പറ്റത്തില്ലല്ലോ എന്ന് പറയും. പിന്നെ ഞാനിവിടെ വയ്യാത്ത ഞാൻ നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി വെച്ച് വിളമ്പി തരാം. അല്ല, ഇവിടെ ഒരു വേലക്കാരിനെ നിർത്തിയാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പം, വേലക്കാരിനെ നിർത്താനോ? അല്ല, കയറി വരുന്ന വേലക്കാരിയൊക്കെ അമ്മയ്ക്ക് ഇഷ്ടമാവുമോ? അല്ലേ ബബിത ചേച്ചിന്ന് കൃഷ്ണമോൾ. അപ്പം പറഞ്ഞു, നീ എന്നെ ആക്കടി, വരുന്ന വേലക്കാരികളെ ഒന്നും എനിക്ക് ഇഷ്ടമില്ലായികയൊന്നും ഇല്ലായിരുന്നു. നിങ്ങൾക്കറിയാലോ, അലീന എന്ന് പറയുന്ന ഒരു കുലീനം പിടിച്ച ഒരുത്തി വന്നതിൽ പിന്നെയാണല്ലോ ഇവിടെ ഇത്രയും പ്രശ്നമൊക്കെ നടന്നത്. അതിനു മുമ്പ് എത്ര വേലക്കാരികൾ ഈ വീട്ടിൽ നിന്നതാടി? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞയക്കുന്നതല്ലാതെ അവൾമാർ ഇവിടുന്ന് പ്രശ്നം ഉണ്ടാക്കി പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം എത്ര പേര് പോയിട്ടുണ്ട്. അമ്മയുടെ സൗകര്യക്കേട് സഹിക്കാൻ വയ്യാതെ അല്ലേ അലീന ചേച്ചിക്ക് മുമ്പുണ്ടായിരുന്ന ഒരു വേലക്കാരി ഇവിടുന്ന് പോയത്. ഇനിയിപ്പോൾ നീ അങ്ങനെ പറഞ്ഞോ? എന്തൊക്കെയാണെങ്കിലും ഇവിടെ ഇതൊന്നും പറ്റത്തൊന്നുമില്ല. അടുക്കളയിൽ കയറി എന്തൊക്കെയാ കിടന്ന് കാണിക്കുന്നത്? ഇതൊക്കെ ആരാ പഠിപ്പിച്ചത്? ഇതൊക്കെ ഞങ്ങളുടെ അലീന ചേച്ചി പഠിപ്പിച്ച. പാചകം ചെയ്യാനെല്ലാം ഞങ്ങളുടെ അലീന ചേച്ചി പഠിപ്പിച്ചിട്ടുണ്ട്. അതിനിപ്പോൾ എന്താ പ്രശ്നം? അത് നല്ലതല്ലേ? അല്ല, അമ്മ അപ്രിഷ്യേറ്റ് ചെയ്യല്ലേ അമ്മയെ ചെയ്യേണ്ടത്? മക്കൾ അടുക്കളയിൽ കയറി പാചകം ചെയ്യുക, തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക, തന്നെ വെച്ചു വിളമ്പി തരിക, ഇതൊക്കെ ഒരമ്മ അഭിമാനിക്കേണ്ട കാര്യമല്ലേ? അങ്ങനെ അഭിമാനിക്കേണ്ട കാര്യം ഈ വൈജയ്ക്കില്ല. കൈതക്കൽ വീട്ടിലെ തറവാട്ടില് പിറന്ന ഈ വൈജയ്ക്ക് അങ്ങനെ അഭിമാനിക്കേണ്ട ഒരു കാര്യമില്ലടി. നിന്നെയൊക്കെ അടുക്കള പണി ചെയ്യാനല്ല ഞാൻ പെറ്റു വളർത്തിയത്. പഠിക്കാനുള്ള സമയത്ത് പോയിരുന്നു പഠിച്ചോണം. അല്ലാതെ അടുക്കളയിൽ അങ്ങാണോ ഇനി കയറി കണ്ടാണ്ടല്ലോ, ഇതിന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. ഇവിടെ ഒരു വേലക്കാരിനെ വെക്കാനല്ലേ, അതിന് ഞാൻ തീരുമാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് പുറത്തുകൊണ്ട് വൈജ അങ്ങ് പോവുകയാണ് കേട്ടോ. ഇതേ സമയം ആയിക്കോട്ടെ, നമ്മുടെ കൃഷ്ണമോളും രോഹിത്തും ബബിതയും കൂടെ നിന്നിട്ട് എൻ്റെ പൊന്നോ, ഇത് ഭയങ്കര സാധനം തന്നെ, സമ്മതിച്ചിരിക്കുന്നു. ഇത്രമാത്രം കുശുമ്പും കുന്നായ്മയോ? ഇത് വല്ലാത്തൊരു ഇതായിപ്പോയി. നമ്മുടെ അമ്മയാണെന്ന് പറയാൻ വരെ നമുക്ക് നാണക്കേടാണല്ലോ. ഇതെന്നിനി കുശുമ്പും കുന്നായ്മയും മാറും? ആർക്കറിയാം. ഇപ്പം കൃഷ്ണമോട് അറിയാതെ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ കുശുമ്പും കുന്നായ്മയും മാറുമായിരിക്കുന്നത്. അപ്പം പെട്ടെന്ന് നമ്മുടെ ബബിത ചോദിച്ചു, സത്യമോ? അപ്പോൾ രോഹിത് ചോദിച്ചു, എന്ത് സത്യം അറിയുമ്പം? അതെ, സത്യം അറിയുമ്പം സത്യം അറിയുമ്പം അതെന്ത് സത്യമല്ലോ ആയിക്കോട്ടെ. ഏതായാലും നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്കിത് വല്ലതും ഉണ്ടാക്കിയാലല്ലേ അകത്തേക്ക് പോകത്തുള്ളൂ. ഇനി സർവൻറ്റ് വരുന്നവരെ നോക്കി നിൽക്കാൻ പറ്റുമോ? അതുകൊണ്ട് രോഹിതേട്ടാ, മര്യാദയ്ക്ക് ബബിതേച്ചിലും കൂടെ കൂടിക്കേ. ഇത് ഞങ്ങളെ കൊണ്ട് മാത്രം പറ്റുന്ന കേസല്ല കേട്ടോ. അലീന ചേച്ചിനെ വിളിച്ച് പറയണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക്, അയ്യോ വേണ്ടായേ, ഞാൻ കൂടിക്കോളാമേ എന്ന് പറഞ്ഞ് രോഹിത്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ വൈജ പുറകിൽ കൈയൊക്കെ കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? ബാലചന്ദ്രൻ ഇറങ്ങി വരാൻ വെയിറ്റ് ചെയ്യുക.
അങ്ങനെ ബാലചന്ദ്രൻ പതുക്കെ ഇറങ്ങി വന്നു കേട്ടോ. ഇറങ്ങി വന്ന ഉടനെ പറഞ്ഞു, ഇത് ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല, ഈ വീട്ടിലെ എനിക്കൊരു വേലക്കാരീനെ വേണം ഇവിടുത്തെ അടുക്കളപ്പണിക്ക്. അപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ, വേലക്കാരീനെയോ? അല്ല, ഈ വീട്ടിൽ ഇനി വേലക്കാരീനെ വേണോ? അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിലൊരു പുച്ഛിച്ചൊരു ചോദ്യം. അപ്പം പറഞ്ഞു, ഈ വീട്ടിൽ വേലക്കാരീനെ വേണം. ഈ വീട്ടിൽ അലീനയ്ക്ക് പകരം ഒരാളെ എനിക്ക് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ, അലീനയ്ക്ക് പകരമോ? അലീനയ്ക്ക് പകരം ഒരാളെ കിട്ടില്ല വൈജയ് നിനക്ക്. അലീനയ്ക്ക് പകരം അലീന മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പം അവളുടെ ഗുണവധികാരം അല്ലെങ്കിൽ അവളുടെ പുരാണവും കേൾക്കാനല്ല ബാലചന്ദ്ര ഞാൻ വന്നു നിന്ന് ഈ കാര്യം പറയുന്നത്. എനിക്കിവിടെ ഒരു വേലക്കാരീനെ എനിക്ക് കൊണ്ട് തന്നേ പറ്റൂ. അല്ലാതെ മക്കളെ കയറ്റി അടുക്കളയെ പണി ചെയ്യിപ്പിക്കാനേ ഈ വൈജ പഠിച്ചിട്ടില്ല. അവര് ഇവിടത്തെ പിള്ളേരാ, അവരങ്ങനെ പണി ചെയ്ത് അടുക്കളയെ തള്ളിക്കളയേണ്ടതല്ല അവരുടെ ജീവിതം. അവര് ചിലപ്പോൾ പണി ചെയ്യുമായിരിക്കും, അവൾ അങ്ങനെയാണല്ലോ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അല്ല വൈജ, നീ എന്താ വൈജ ഈ പറയുന്നത്? സ്വന്തം മക്കള് ഒരു കാപ്പി ഇട്ടു അല്ലെങ്കിൽ ആ പിള്ളേരെന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന തള്ളമാരാ ഉള്ളത്. ഇതിപ്പം നീ എന്തിനു വേണ്ടി നീ എന്തിൻ്റെ പേരിലാടി നീ ഈ വാശി കാണിക്കുന്നത്? ആർക്ക് വേണ്ടിയാടി നീ ഈ വാശി കാണിക്കുന്നത്? സ്വന്തം മക്കള് നല്ല രീതിയിൽ അടുക്കളയിൽ കിച്ചണിൽ കയറി ഓരോന്ന് ഉണ്ടാക്കുമ്പോഴത്തേക്കും അവൾ അലീനയോടുള്ള വാശി കാണിച്ച് ആ പിള്ളാറിനെ മെക്കിട്ട് കയറുന്നു. ബെസ്റ്റ് തള്ള തന്നെ, ബെസ്റ്റ് തള്ള. നിന്നെയൊക്കെ തള്ളയുടെ പറയേണ്ട കാര്യമില്ലല്ലോ. നിന്നെയൊക്കെ പെണ്ണിന്റെ വർഗത്തിലേ കൂട്ടാൻ കൊള്ളത്തില്ല. അതുപോലെയല്ലേ ഓരോന്ന് ചെയ്തു വെച്ചിരിക്കുന്നത്. കള്ളവും കൗശലവും മാത്രമല്ലേ ഉള്ളൂ, ചതിയും വഞ്ചനയും. ആര് ചതിച്ചെന്നാ ഈ പറയുന്നത്? അല്ല, ബാലചന്ദ്രൻ ഇടയ്ക്ക് മുള്ളും മുനയും വെച്ച് സംസാരിക്കുന്നുണ്ടല്ലോ. ആര് ചതിച്ചു ബാലചന്ദ്രനെ? ഞാൻ ചതിച്ചോ? എന്നെയല്ലേ ബാലചന്ദ്രൻ ചതിച്ചിരിക്കുന്നത്. എവിടെയോ കിടന്ന ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്ന് എന്നെ പൊട്ടിയാക്കുമല്ലായിരുന്നോ ഇത്രോ നാളും? വേലക്കാരിയാന്നും പറഞ്ഞു കൊണ്ടുവന്നിട്ട് അവളെ കയറ്റി ഇപ്പം വീട്ടിനകത്ത് ഇരുത്തി സപ്രമച്ചക്കട്ടിലേൽ കിടത്തി അവൾക്കുള്ളതെല്ലാം കൊടുത്ത് അവളെ ഇപ്പം പറഞ്ഞ് എവിടെയോ വിട്ട്, എവിടെയോ ലോഡ്ജിലോ എവിടെയോ കൊണ്ട് താമസിപ്പിച്ച് ഞാനല്ലേ വഞ്ചിച്ചിരിക്കുന്നത്. നാണമില്ലേ ബാലചന്ദ്രന് സംസാരിക്കാനായിട്ട് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, നിർത്ത്, ഇനി ഒരു അക്ഷരം മിണ്ടിപ്പോകരുത്. നിനക്ക് സർവന്റിനെ വേണമെങ്കിൽ നീ സർവന്റിനെ കണ്ടുപിടിച്ചോണം. ഈ ബാലചന്ദ്രൻ അത് പറ്റില്ല. പിന്നെ ബാലചന്ദ്രന്റെ വീട്ടിൽ സർവന്റ് വേണ്ടയോ എന്നൊക്കെ ഈ ബാലചന്ദ്രൻ തീരുമാനിക്കും. അത് വേറെ ആരും ഈ സർവന്റിനെ വേണോ വേണ്ടയോ എന്നൊന്നും തീരുമാനിക്കേണ്ട ആവശ്യമില്ല. നീ അലീനയ്ക്ക് പകരമാ കൊണ്ടുവരാൻ നോക്കുന്നത് എങ്കിലും അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ലടി. അലീനയ്ക്ക് തുല്യം അലീന മാത്രമാടി. അവളെപ്പോലുള്ളൊരു നല്ലൊരു വെങ്കോച്ചിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലടി എന്ന് പറഞ്ഞിട്ട് ഇതും കൂടെ കേൾക്കുമ്പോഴത്തേക്കും കടി കൂടുമല്ലോ ആർക്കാണെങ്കിലും. ദേഷ്യം വന്നിട്ട് നമ്മുടെ വൈജു അങ്ങോട്ടൊരു പോക്കങ്ങോട്ട് പോകും, എല്ലാത്തിനെയും ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് ഒരു പോക്കങ്ങോട്ട് പോകുന്നുണ്ട്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടടി, നിനക്ക് കിട്ടാൻ പോകുന്നതേ ഉള്ളടി, നിനക്കിട്ട് ഞാൻ തരാൻ പോകുന്നതേ ഉള്ളടി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തലകുലുക്കി നിൽക്കാം. ഇതേസമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീനയെ മനുശങ്കർ വിളിക്കുകയാണേ. വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വിളിക്കുന്നതാണ്. ഇങ്ങനെ മനു വിളിച്ച ഉടനെ മനുശങ്കർ ആണല്ലോ. ഓടി അലീന ഫോൺ എടുത്തിട്ട്, ഹലോ മനുവേട്ടാന്ന് വിളിച്ചപ്പോഴത്തേക്കും, എന്തുണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നോ? അലീന, നിന്റെ പപ്പ എന്തിയെ? എല്ലാവരും അവിടെ ഉണ്ടോ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? നിനക്ക് സുഖമാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും, എനിക്കിവിടെ സുഖമാണോ എന്ന് ചോദിച്ചാൽ സുഖം അല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഇത്രയും വലിയ വീട്ടിൽ നമുക്ക് സ്വന്തമായിട്ടൊരു റൂം, ഒന്നും ചെയ്യണ്ട, നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ ആൾക്കാർ, അപ്പോൾ ഇതിന് സുഖ സൗകര്യങ്ങൾ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ സുഖമായിട്ടിരിക്കുന്നു. പക്ഷേ നെടുമ്പുരയ്ക്കൽ പോലും ഒരു സുഖമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല മനുവേട്ടാ. പക്ഷെ ഇവിടെ ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇന്നേ ഇവിടെ വല്യപ്പച്ചൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ, വല്യപ്പച്ചനോ? ഏത് വല്യപ്പച്ചൻ? അത് ഇവിടുത്തെ സ്റ്റാൻലി പപ്പയില്ലേ? നിന്റെ പപ്പയുടെ അച്ഛനാ? എൻ്റെ പപ്പയുടെ അച്ഛനാണെന്നേ. എന്നിട്ട് എന്തു പറഞ്ഞു? നിന്നെ എന്താ അവിടെ നിന്ന് ഇറക്കി വിടാൻ വേണ്ടിയാണോ വന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അലീന പറയുന്നുണ്ട്, ഇറക്കി വിടാനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ, എന്നെ ഇറക്കി വിടാൻ വേണ്ടി തന്നെ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ അങ്ങനെ എന്നെ ഇറക്കി വിടുമെന്ന് തോന്നുന്നുണ്ടോ മനുവേട്ടാ? സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ, ഞാനും ഓർത്തു വല്യപ്പച്ചൻ്റെ വരവ് കണ്ടപ്പോഴത്തേക്കും ഇന്ന് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടും, ഇവിടെയും ഞാൻ നാണം കേടും, അപമാനിതയാകും എന്നൊക്കെയാണ് ഓർത്തത്. പക്ഷേ വല്യപ്പച്ചൻ ഇതുപോലെ സ്നേഹമുള്ളൊരു മനുഷ്യനെ, എൻ്റെ വല്യപ്പച്ചൻ എന്ന് പറയാൻ എനിക്ക് അഭിമാനം തോന്നുകയാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെയും അച്ഛൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും ഒന്നും വാത്സല്യമോ സ്നേഹമോ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. സത്യം പറയാലോ, ആ സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കുറച്ച് നേരം ഇപ്പം ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ എങ്കിലും എന്നെ അത്രമാത്രം വല്യപ്പച്ചന് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, ഓഹോ, അപ്പം നീ വല്യപ്പച്ചനെ കയ്യിലെടുത്തല്ലേ? നീ നിൻ്റെ വല്യപ്പച്ചനെ കയ്യിലെടുത്തല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ.
അപ്പോൾ അലീന പറഞ്ഞു, ഞാൻ കയ്യിലെടുത്തൊന്നും അല്ല, എനിക്ക് കയ്യിലെടുക്കേണ്ട കാര്യമൊന്നും ഇല്ല, ഞാൻ കയ്യിലെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നെ കണ്ട ഉടനെ പറയുന്നതേ ഇവിടുത്തെ വല്യപ്പച്ചൻ്റെ ഭാര്യയില്ലേ, എൻ്റെ പപ്പയുടെ അമ്മ, അതുപോലെ തന്നെയാണ് ഞാൻ ഇരിക്കുന്നതെന്നാ. അതുപോലെ തന്നെയാണ് അപ്പം നീ ഇരിക്കുന്നത്. അപ്പം പുള്ളിക്കാരി ഒരു സുന്ദരിക്കോതെ ആയിരുന്നായിരിക്കുമല്ലോ. ഓ, അതിന് ഞാൻ അത്ര വലിയ സുന്ദരിയാ? നീ സുന്ദരിയാണോന്നോ? നീ കമ്മലിടാതെയും മാലയിടാതെയും നീ ഒരു ചെറിയൊരു കൊന്തയൊക്കെ കഴുത്തിലിട്ട് ഇങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ, ഈ മാതാവും മാലാഹയൊക്കെ ഇല്ലേ, അതുപോലെ നീ ഇരിക്കുന്നത്. അതുപോലെ ഒരു മുഖപ്രസാദമാണ് നിനക്ക് എന്ന് പറഞ്ഞപ്പോൾ, വേണ്ടാട്ടോ, ഇത്രോ എന്നെ പൊക്കമൊന്നും വേണ്ടാട്ടോ എന്ന് പറയുമ്പോൾ, പൊക്കിയതൊന്നും അല്ല ലീന, ഒരു സത്യം ഞാൻ പറഞ്ഞതാ. വേറെ ആർക്ക് നീ സുന്ദരി അല്ലെങ്കിലും നീ എനിക്ക് സുന്ദരി തന്നെയാണ്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭംഗി തോന്നിക്കുന്ന ഒരു പെങ്കൊച്ച് നീ തന്നെയാണ്. അല്ലെങ്കിലും അത് അങ്ങനെ ആയിരിക്കുമല്ലോ, താൻ സ്നേഹിക്കുന്ന പെണ്ണിനെ ആയിരിക്കുമല്ലോ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭംഗിയുണ്ട് എന്ന് ഏതൊരു ചെക്കരും വിചാരിക്കുക, അല്ലെങ്കിൽ ഏതൊരു ചെക്കരും അങ്ങനെയാണല്ലോ തോന്നുന്നതെന്ന് പറഞ്ഞപ്പം, മനുവേട്ടാ വേണ്ടാട്ടോ മനുവേട്ടാ. അല്ല, അവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നെടുമ്പുരയ്ക്കിൽ വല്ലതും പോയായിരുന്നോ? നെടുമ്പുരയ്ക്കിൽ പോയൊന്നുമില്ല അലീനെ, നീ ഇല്ലാതെ അങ്ങോട്ടേക്ക് പോകാൻ എനിക്ക് തോന്നുമോ? പിന്നെ അവിടെ ആൻറ്റി ഉണ്ടല്ലോ, അവിടെ ചെല്ലുന്നതിനേക്കാളും ഭേദം പോവാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അവിടെ എന്തൊക്കെയോ പൊട്ടിത്തെറികളും ചീറ്റലുകളും ഒക്കെ ഉണ്ട്. ആ പിള്ളേരുടെ സമാധാനക്കേട് എന്നല്ലാതെ എന്താ പറയുക? അല്ല മനുവേട്ടന് ഇടയ്ക്ക് അങ്ങോട്ടേക്ക് പോകണം. അങ്ങോട്ടേക്കിട്ടേക്ക് അല്ലാട്ടോ, സോറി, അങ്ങോട്ടേക്ക് പോയിട്ട് അവരൊന്ന് സമാധാനിപ്പിക്കണം. രണ്ട് വാക്കെങ്കിലും പറഞ്ഞ് മക്കളുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് സന്തോഷത്തോടു കൂടി ഇരിക്കണം. കാരണം അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നരുത്. ഞാനില്ലാത്ത കുറവ് മനുവേട്ടൻ വേണം നികത്താനായിട്ടെന്ന് പറയുമ്പോൾ, നീ ഇല്ലാത്തതിൻ്റെ കുറവ് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നികത്താൻ പറ്റുമോ അലീന? നീ ഇല്ലാത്തതിൻ്റെ കുറവ് നീ തന്നെ നികത്തേണ്ടി വരും. കാരണം നിനക്ക് പകരമാകാൻ വേറെ ആരുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഏതായാലും ഇവരിങ്ങനെ ഫോണിലൊക്കെ സംസാരിച്ച് കഴിഞ്ഞു, ഫോണൊക്കെ വെച്ചു. അത് കഴിഞ്ഞാണ് നമ്മുടെ ബാലചന്ദ്രൻ സ്റ്റാൻലി എസ്റ്റേറ്റ് കാണാനായിട്ട് പോകാമെന്ന് പറയുന്നത്. അപ്പം അലീന പറഞ്ഞു, ഇപ്പോഴോന്ന് ചോദിച്ചപ്പോഴത്തേക്ക്, ഇപ്പം പോകാം, എസ്റ്റേറ്റ് ഒക്കെ കണ്ടിട്ട് വരാം നമുക്ക്. നീ കണ്ടില്ലല്ലോ എൻ്റെ എസ്റ്റേറ്റ്, നീ കണ്ടിട്ടില്ലല്ലോ, നമുക്ക് പോകാം, ഇവിടെ നിന്ന് ഒത്തിരി ദൂരമൊന്നുമില്ല, നീ ഏതായാലും ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വാന്ന് പറഞ്ഞു. ഏതായാലും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അലീന വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വല്യപ്പച്ചനും ഇവരുടെ കൂടെ പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. വല്യപ്പച്ചൻ പറഞ്ഞു, ഓഹോ, എന്നെ കൂട്ടാതെ അപ്പനും മോളും കൂടെ അങ്ങ് തന്നെ പോകാൻ തീരുമാനിച്ചോ? അത് നടക്കത്തില്ല, ഞാനും വരുന്നുണ്ട് എസ്റ്റേറ്റ് കാണാനായിട്ട്. ഞാനും കയറുമോ വണ്ടിക്കകത്തെന്ന് പറഞ്ഞ് വണ്ടിക്കകത്ത് വലിഞ്ഞ് കയറുന്നുണ്ട് ഈ പറയുന്ന നമ്മുടെ ഔതക്കുട്ടിയും കൂടെ. ഏതായാലും അങ്ങനെ ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. ഇന്ന് കാണിക്കുന്ന നാളെ കാണിക്കുന്നൊക്കെ ഓർത്താണ് എല്ലാവരും ഇരിക്കുന്നത്, പക്ഷെ അത് നാളെ തന്നെ കാണിക്കുവേ. അങ്ങനെ നമ്മുടെ ഔതക്കുട്ടി അല്ലാട്ടോ, ബൈജുവും ആൻ്റപ്പനും പൗലോസും കൂടി ഔതക്കുട്ടീനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ. വേറൊന്നുമല്ല സംസാരിക്കുന്നത്, അപ്പനും മകനും ഒരേ ഇത് തന്നെയാണ്. പറഞ്ഞിട്ട് എന്താ കാര്യം? മത്തയുടെ മൂട്ടിലെ കുമ്പളം മുളയ്ക്കത്തില്ല, കുമ്പളത്തിൻ്റെ മൂട്ടില് മത്തയും മുളയ്ക്കത്തില്ല. പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. വലിയ കുടുംബക്കാരാണ്, വലിയ പേരുകേട്ട കുടുംബമാണെന്നൊക്കെ പറഞ്ഞ് പൈസ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഏതെങ്കിലും വീട്ടിൽ നടക്കുന്ന കാര്യമാണോ ഇതൊക്കെ? ഒരു വീട്ടിൽ നടക്കുന്ന കാര്യമല്ലല്ലോ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. ഇടയ്ക്ക് നമ്മുടെ പൗലോസ് പറയുകയാണ്, ഏതായാലും എൻ്റെ കഞ്ഞിയിൽ പാറ്റ വീണിരിക്കുന്നത്. ബൈജുവിന് ഇത് വിഷയമല്ല, ആൻ്റപ്പൻ ചേട്ടനും ഇത് വിഷയമല്ല, എനിക്കാണ് ഇത് വിഷയം. കാര്യം അടുക്കള ഭരണവും കൂടി ഇനി അവളെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ തീർന്നെന്ന് കൂട്ടിക്കൊണ്ടാൽ മതി. ഇന്നൊരു ചായയൊക്കെ ഇടാൻ വന്ന് ചായയൊക്കെ ഇട്ട് കുടിച്ചു. കുട്ടിച്ചായം പറയുന്നത് കേട്ടാൽ നമ്മളങ്ങോട്ട് അലിഞ്ഞു പോവും. അതുപോലെ കൈപ്പുണ്യമാണത്ര അവളുടെ ചായക്ക്. എനിക്ക് കുടിച്ചിട്ട് വലിയ ഇതൊന്നും തോന്നിയൊന്നുമില്ല, സാധാരണ ഒരു ചായ കുടിക്കുന്ന ഒരു ഇതേ ഉള്ളൂ. എന്നിട്ട് ആ പെണ്ണിനെ അങ്ങോട്ട് പൊക്കി വിടുക. ദേ ഔതക്കുട്ടിച്ചായനും അതുപോലെ തന്നെ ഇവിടുത്തെ കേണൻ അദ്ദേഹത്തിനും ആ പെണ്ണെന്ന് വെച്ച ജീവന. ഇനി മിക്കവാറും ഇവിടെ ഭരിക്കാൻ പോകുന്നത് വേറെ ആരുമല്ല, അവൾ തന്നെയായിരിക്കും. അവൾ വരച്ച വരയിൽ നിർത്തും ഔതക്കുട്ടിച്ചായനെയും സ്റ്റാൻലി ചായനല്ല കേണൽ അദ്ദേഹത്തെയും വരച്ച വരയിൽ തന്നെ നിർത്തും. അത് ഉറപ്പുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നോക്കിക്കോ ആൻ്റപ്പൻ ചേട്ടാന്ന് പറയുന്നുണ്ട്. ശരിയാണ്, നമ്മുടെ അലീന വരച്ച വരയിൽ തന്നെ നിർത്തും. അപ്പോൾ കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നല്ലേ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമ്മൾ രാവിലെ എന്ന് ഫുൾ വിശേഷവും ഇടുന്നുണ്ട് കേട്ടോ, വൈകിട്ട് പ്രമവിശേഷവും ഇടുന്നുണ്ട്. പിന്നെ റിയൽ സ്റ്റോറി ന്യൂ എന്ന് പറയുന്ന ചാനലിനകത്ത് അപ്കമിങ് വിശേഷം, അതായത് റിയൽ ആയിട്ടുള്ള കഥ തന്നെയാണ് കേട്ടോ, നമ്മൾ നോവൽ ബേസ് ചെയ്താണ് അപ്കമിങ് വിശേഷവും ഇടുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്താണ്. ടാറ്റാ, ബൈ ബൈ.